ടെസ്റ്റ് ഇല്ല അപ്പോൾ അവര് മാത്രം കൊടുക്കുക അവന് ഇത്ര ആഗ്രഹമില്ല അവന്റെ വിഷം മാറ്റി നേരെ ക്യാപ്റ്റൻ സാറാണ് ലിറ്ററലി എന്തായാലും ലിറ്റററി അപ്പൊ കൾച്ചറിൽ വരണം എന്താണ് 5.5 എത്ര ദിവസത്തിന് അത് 7 exercise 5.5 ila 7 log x all raised to x plus x log x ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഫൈനലി നമ്മൾ അത് ആഡ് ചെയ്യും. ഫസ്റ്റ് യു ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ഹോൾ റേസ്ഡ് എക്സ് ആണ് എടുക്കുന്നത്. എന്താടാ അവിടെ യു ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ഹോൾ റേസ്ഡ് എക്സ് ആണ്. അപ്പൊ ഈ ഒരു ടൈമിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കാൻ പഠിച്ചിട്ടില്ല അല്ലേ? ഈ ലോഗ് എക്സ് ഹോൾ റേസ്ഡ് എക്സ് ഒരു ഫംഗ്ഷനിന്റെ എക്സ് ആണെങ്കിൽ അത് ഓക്കെ. പക്ഷെ ഇവിടെ ലോഗ് എക്സ് ആവുന്നേക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഈസി ആക്കാൻ ടേക്കിംഗ് ബോത്ത് സൈഡ്സ് ഓഫ് ലോഗ്, രണ്ട് സൈഡ്സും എടുക്കും നമ്മൾ. അപ്പൊ ലോഗ് യു log u is equal to എന്താവും log of log x whole raised to x ഇങ്ങനെ വരും. അപ്പോൾ നമുക്കറിയാം log x raised to n നമുക്ക് എങ്ങനെ എഴുതാം? n log x എന്ന് എഴുതാം അല്ലേ? log x raised to n the power of log എന്തോ ഒരു ഫംഗ്ഷൻ raised to x ആണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതാം? n log x എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതാം? it is equal to x log of log x. ഇങ്ങനെ ഇത്ര മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ ആയല്ലേ? അഭിന എന്ത് അക്കിങ് അതിന്റെ അപ്പൊ log u is equal to x log of log x കിട്ടി. അപ്പൊ ഇത് രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. എന്താണ്? x ഒരു ഫംഗ്ഷൻ, log of log x വേറെ ഫംഗ്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാം, ഡെറിവേറ്റീവ് എടുക്കാം കേട്ടോ. ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്ന ആൾക്കാർ പറഞ്ഞോ. log u is equal to first function into derivation of second plus second function into derivation of first.
നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആയിട്ട് എടുത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്താണ് ലോഗ് ഓഫ് ലോഗ് എക്സ് എന്താ ഡെറിവേറ്റീവ് ലോഗ് ഓഫ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് അഭിരാം നോക്കണ പോലും ഇല്ല. ലോഗ് ഓഫ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ ഇൻറ്റു 1/log x ഇൻറ്റു വൺ ബൈ ലോഗ് എക്സ് ഈ ലോഗിന്റെ ഡെറിവേറ്റീവ് 1/log x. പിന്നെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനത്തിന്റെ ഡെറിവേറ്റീവ് എന്താ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ് ഗൗരി ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 അപ്പോൾ എന്തോന്ന് ലാസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് നോക്കിക്കേ ഈ എക്സ് എക്സും കട്ടാക്കി കളഞ്ഞ് ബാക്കിയുള്ളത് 1/log x പ്ലസ് ലോഗ് ഓഫ് ലോഗ് എക്സ് ഡി യു ഇസ് ഈക്വൽ ടു യു ലോഗ് യു ഇസ് ഈക്വൽ ഇനി എന്ത് ചെയ്യണം യു അങ്ങനെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഡെറിവേറ്റീവ് ഈ സൈഡ് ഡെറിവേറ്റീവ് എടുത്തു അല്ലേ ഈ സൈഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ലോഗ് യു എന്താവും 1/u du/dx. ഇനി ആരെ മാറ്റണം 1/u അപ്പോൾ എന്ത് വന്നു du/dx is equal to u into 1/log x plus log of log x. എങ്ങനെയാണ് ഇത് സെക്കൻഡ് ടൈം ഡെറിവേറ്റീവ് എടുത്തതുപോലെ x log raised to x raised to log ഈ ടൈമിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് അല്ലേ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇതും ഇതും കട്ടായി log on both sides. അപ്പോൾ log v is equal to log of x log x. പിന്നെ എന്ത് ചെയ്യണം അപ്പോൾ 1/v dv/dx is equal to ഇവിടെ എങ്ങനെ വരും log x into എന്ത് വരും log x into log x. ഡെറിവേറ്റീവ് എടുത്തായിരിക്കാം ഒന്നല്ലെങ്കിൽ ഇത് ലോഗ് സ്ക്വയർ എക്സ് പറഞ്ഞുതരാം ഡെറിവേറ്റീവ് എടുക്കാം ലോഗില്ലേ ലോഗ് എക്സ് അല്ലേ ഏതാ ഇതാണ് അതായത് ഇത് ഈ ഫോമിന്റെ ലോഗ് എക്സ് റേസ്റ്റ് എന്നാണ് എന്നിട്ട് ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കോ ലോഗ് എക്സ് റേസ്റ്റ് ലോഗ് എക്സ്
ഇതൊക്കെ അല്ല അപ്പൊ നമുക്ക് ഇതിനെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മറ്റേ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സെക്കൻഡ് അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ലോഗ് എന്ത് വരും സ്ക്വയർ എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഇത് വെച്ചിട്ട് ചെയ്യാം. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 log x by x. ഇല്ല ഞാൻ ചെയ്തത് 2 log x by x. 2 log x by x. 2 log x by x. by x log x ന്റെ ഡെറിവേറ്റീവ് ഇൻടു 1 by x. അപ്പോൾ ഫൈനൽ ആൻസർ x raised to log x 2 log x by x. പിന്നെ നമ്മൾ dv by dx എന്ന് പറയുന്നത് എന്ത് വരും? ഈ v നെ അപ്പുറത്ത് എടുക്കുമ്പോൾ v ഇൻടു 2 log x by x. v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് ചെയ്യണം? രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇവിടെ v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു? നമുക്ക് v എന്തായിരുന്നു? x log x into 2 log x by x. അപ്പോൾ നമുക്ക് ഇവിടെ x ഉണ്ട് ഇവിടെ x ഉണ്ട്, രണ്ട് x അല്ലേ? അപ്പോൾ ഈ x നെ മുകളിലോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഈ x എല്ലാത്തിനും മുകളിൽ പവർ 1 ഉണ്ടല്ലോ. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ പവർ എന്താവും? -1 ആവും. അപ്പോൾ നമുക്ക് അതിനെ രണ്ടിലും ഒരുമിച്ച് x log x -1 into 2 log x എഴുതാം കേട്ടോ. കാണാൻ പറ്റല്ലേ? ആണ് മുകളിലോട്ട് എടുക്കുമ്പോൾ ഇവിടെ -1 ആവും. x log x -1 2 log അല്ല അത് അല്ല 1/v വരെ. പക്ഷെ അത് സൂം ഇല്ല. ആരും ചെയ്യണ്ട, മാറിയിരിക്കും. എന്നാലും എനിക്ക് മനസ്സിലാവുക. രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി കേട്ടോ. പക്ഷെ കുറച്ച് ഓപ്പൺ ചെയ്ത് അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയത് dv/dx ഇതാണ്. മറ്റൊരു ഏതായിരുന്നു കിട്ടിയത്? ഇതല്ലേ ഫൈനലാണ്. log x raised to x 1 plus log x അതിങ്ങനെ 1 by log x plus log x. ഇതാണ് നമ്മുടെ du പ്ലസ് ഇപ്പൊ കിട്ടിയ സാധനം 2x log x -1 ഇതാണ് നമ്മൾ u p ഇതിന്റെ ഡെറിവേറ്റീവ് ആഡ് ചെയ്തത്. ഹോൾ സ്ക്വയർ ഇല്ല, സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 2 ഉണ്ടാവും. അതെങ്ങനെ
ലോഗിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ലോഗിനെ ഇപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ബ്രാക്കറ്റ് തുറന്നാൽ മതി. ഇത് മതി, ഇതാണ് ഫൈനൽ ആൻസർ. ഇതല്ല ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എന്റെ സ്കൂളിൽ നിന്റെ സ്കൂളിൽ എത്ര 10 മാർക്കിനാണ് എനിക്ക് 7 മാർക്ക്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യട്ടാ. അപ്പൊ എന്താ ലോഗ് എക്സ് റേസ് ടു എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് റേസ് ടു എക്സ് ലോഗ് ഓഫ് ലോഗ് എക്സ്. പ്ലസ് ഇതാണ് log x raised to x minus 1 ഇത് നമുക്ക് എങ്ങനെ എഴുതാം? log x raised to x minus 1. ഇത് log x തന്നെയല്ലേ അടിയിൽ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? log x raised to x minus 1 plus അതിൽ നിന്ന് log x raised to x minus 1 കോമൺ എടുത്താൽ ആ ഒരു ഇന്റർവെൽ log x is x minus 1 common. 1 plus log x into log of log x. log x is x minus 1 plus log x അല്ല അത് ബൈ അല്ല അത് x minus 1 common log x മാത്രം വരും. x minus 1 അപ്പോൾ എന്താവും log x raised to x minus 1 into ഇവിടെ നിന്ന് പുറത്തോട്ട് എടുത്തപ്പോൾ അത് 1 ആയി പ്ലസ് ഇവിടെ എന്താവും അതൊക്കെ എടുക്കുമ്പോൾ എന്താവുന്നാലും ഇവിടെ log x കിട്ടണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും അതായത് ഇവിടെ log x വരണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈനസ് 1 കട്ടായി പോകണം. അപ്പോൾ എന്താവും log x ആവും. എന്നാലും അതായത് ഈ log x എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഈ ഒരു ടേമ നമ്മൾ പുറത്തോട്ട് എടുക്കും. ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ log x raised to x കിട്ടണം. അപ്പോൾ അവിടെ എന്ത് വരണം എന്ന് ആലോചിച്ചാൽ അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് വരണം? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഇത് കിട്ടണം. അതായത് നമുക്ക് log x into log x raised to x minus 1 എന്താ ഉള്ളത്? ഇവിടെ 1 വരും. അപ്പോൾ ഈ 1 ഉം 1 കട്ട് ആയിപ്പോൾ ബാക്കി എന്ത് കിട്ടും? log x. അപ്പോൾ ഇവിടെ എന്താ വരുള്ളൂ? log x. അല്ലാതെ ഇതെങ്ങനെ മനസ്സിലായത്? മനസ്സിലായോ? ഇവിടെ ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? log x വെച്ചു x വരെ കിട്ടും. അപ്പോൾ log x പിന്നെ അടുത്ത ടൈം ഉണ്ടാക്കാൻ ഇത്ര ചെയ്താൽ മാത്രമേ ഉള്ളൂ. sin x raised to x plus sin inverse of 4. Sin x raised to x plus sin inverse. അപ്പോൾ ഇവിടെ u v കൊടുക്കുക, du by dx കണ്ടുപിടിക്കുക. ആ സെയിം
റേസ് ടു എക്സ് ആണ്. കഴിഞ്ഞാണ് കിട്ടിയാണ് ഫസ്റ്റത്തെ യു സൈൻ എക്സ് റേസ് ടു എക്സ്. അപ്പൊ ലോഗ് എടുത്ത് തന്നെ ചെയ്യണം. അപ്പൊ എന്ത് വരും? ടേക്കിംഗ് ബോത്ത് യു ഇസ് ഈക്വൽ ടു യു വി ആയിട്ട് എടുത്തിട്ട് സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ യു ഈക്വൽ ടു എന്താ? സൈൻ എക്സ് റേസ് ടു എക്സ്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ലോഗ് എടുക്കണം. അപ്പൊ എന്ത് വരും? ലോഗ് യു ലോഗ് സൈൻ എക്സ് റേസ് ടു എക്സ്. അങ്ങനെയല്ലേ വരുള്ളൂ. എന്താണ്? ലോഗ് യു ലോഗ് ഓഫ് എന്ത് തന്നെ? സൈൻ എക്സ് റേസ് ടു എക്സ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു എക്സ് ലോഗ്. ഇനിയാണ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്സ് ഇവിടെ ഇൻറ്റു യു ഉണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് 1/u du by dx വരും. du by dx ഈക്വൽ ഇവിടെ എക്സിന്റെ സ്ഥാനത്താണ് റൂട്ട് അല്ലേ? റൂട്ട് എക്സ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. രണ്ടാമത്തെ dx 1/2 into root of x into 1 minus x square. X into 1 minus x square. 1 minus x square. 1/2 root x into 1 minus x square. So root in that x into 1 minus x square. Oh, x in a power എന്തെങ്കിലും ഉണ്ടായിരുന്നോ സൈൻ ഇൻവേഴ്സിന്? raised to minus. raised to 1/2 ഉണ്ട്. raised to 1/2. അല്ല അങ്ങനെ അല്ല ഇതിന്റെ പവർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സൈൻ ഇസ് എ മൈനസ് 1 ഉണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് എക്സ് തന്നെയല്ലേ? റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് ആണ്. അല്ലാതെ പവർ ആയിട്ട് പവർ ഓഫ് എക്സ് ലോഗ് എടുത്ത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ ലോഗ് എടുത്തേക്കണം. ലോഗ് എടുത്തിട്ട് എത്ര കിട്ടിയ ലോഗ്? രണ്ട് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര ഇത് ഇല്ലാണ്ട് എടുത്തിട്ട് കിട്ടിയ ആൻസർ ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്ന അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ എന്താണ് ഡെറിവേറ്റീവ് 1/√1 minus x square. അപ്പോൾ റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പിന്നെ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1/2 റൂട്ട് എക്സ്. ഇതാണ് എനിക്ക് കിട്ടിയത്. ഇതാണ്
ലോഗ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dv/dx എന്ന് വരും. സോറി അല്ല എന്റെ ആൻസർ കറക്റ്റ് തന്നെ. ഞാൻ ഒരു തെറ്റ് പറ്റി. എന്താ ഞാൻ റൂട്ട് എക്സിന്റെ ഹോൾ സ്ക്വയർ എടുത്തില്ല, അതിനെ എക്സ് സ്ക്വയർ എന്ന് ചോദിച്ചത് എക്സ് ആയിരുന്നു. അപ്പൊ എന്റെ ആൻസർ കറക്റ്റ് ആണ്. dv/dx എന്ന് വരും ഇപ്പോഴത്തെ സൈഡ്. അതാ അത് ആ ടെക്സ്റ്റ് ഹോൾ സ്ക്വയർ എലിമെന്റ് വരും. ടെക്സ്റ്റിന്റെ സ്ക്വയർ എന്താ? ആൻസർ sin x the whole raised to x into 4. ഇത് നമ്മൾ ആ സംഭവം plus 1/2 into x minus x. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ആയിട്ട് വരുന്നത്. അല്ല അത് ഇവിടെ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് മൈനസ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ മാത്രമേ അതിന് എടുക്കാം. അത് നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് 1/2 അതല്ല ഇവിടെ റൂട്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആ ഒരു ഇതാണ്. ആൻസർ ഇട്ടിട്ട് എന്താണ്? ഇങ്ങനെ ഇതിനെ നമ്പർ എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ട് മറ്റൊരാളും കൂടി ആഡ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 1/x the whole raised to x. x raised to 1 plus x. അല്ല വലിയ പ്രോബ്ലം ചെയ്തില്ല. സിക്സ് ആണ്. കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ബേസ്ഡ് എക്സ് ഒക്കെ വന്നാൽ ലോഗ് എടുക്കണം. -1
എക്സ് റേസ് ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. റൂട്ട് എക്സ് എക്സ് റേസ് ടു 1/2. അപ്പോൾ ഈ ഫോർമുല ആണ് എക്സ് റേസ് ടു എന്നിട്ട് ഫോർമുല അപ്പോൾ 1/2 എക്സ് റേസ് ടു 1/2 മൈനസ് 1/2 എന്ന് വെച്ചാൽ 1/2 എക്സ് റേസ് ടു മൈനസ് 1/2 എന്ന് വെച്ചാൽ 1/2 മൈനസ് ഇതിന്റെ ഡെറിവേറ്റീവ് എക്സ് പ്ലസ് 1/x ഡെറിവേറ്റീവ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ലോഗ് ഞാൻ എക്സ്പെർട്ട് പ്ലസ് ഒന്ന് വെച്ചിട്ടില്ല. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ന് പറയുന്നത് ലോഗ് ആയതുകൊണ്ട് 1/x പ്ലസ് 1/x. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എത്ര കിട്ടിയ എന്താണ് 1 into 1 minus 1/x ആണ് കിട്ടിയത്. അല്ല ഇതിന് അതെങ്ങനെ ഇതിൽ x minus 1/x എക്സ്പെർ മൈനസ് പ്ലസ് 1/x അപ്പോൾ ഈ ഇതിൽ എഴുതുന്നത് x minus 1/x. ആ ലോഗ് എടുക്കാൻ വേണ്ടിയില്ല. ലോഗ് വേണ്ടി ഞാൻ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dx ന്റെ dx by dx എന്താ വരും 1 വരും. പിന്നെ 1/x ന്റെ ഡെറിവേറ്റീവ് എന്താ minus 1/x. അപ്പോൾ 1 minus 1/x വരും. ആ 1 minus 1/x square. 1 minus 1/x square plus second function into derivative of first 1 and ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കേ. x into ഇവിടെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേ. ഇവിടെ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കട്ടായി പോകും? ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ രണ്ടും x രണ്ടും കട്ടായി. x ഉം കട്ടായി പോയി. ഏതൊരു ചേർക്കണ്ടാണ് നമുക്ക് നേരെ ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എന്ത് വരും x into x square minus 1 by x square plus 1 plus log of x plus 1 by x. x square ഏതാണ് ഇത് അടിയിലത്തെ ഇതാണ് അത് x square അല്ല താഴെ തന്നെ x ഉണ്ട്. ഒരു സ്ക്വയർ ഒരെണ്ണം സ്ക്വയർ ഒരെണ്ണം കട്ടോ. പിന്നെ അതും വേണമെങ്കിൽ ഇതും കൂടി കട്ടായാലോ എക്സ്. അല്ല അടിയത്തെ എക്സ് മേലെ കൊണ്ടുപോയിട്ട് മേലെ എക്സ്പെർ ആകുന്നുണ്ട്. ആ രണ്ട് എക്സ്പെർ ആ അല്ലെങ്കിൽ ഇതും കട്ടാക്കി പിന്നെ അത് ഇവിടെ വരെ അത് കട്ടാകുമ്പോൾ അതും പോയി ആ സ്ക്വയർ അങ്ങ് പോയി എക്സ് കൊണ്ടുപോകാൻ പോയേ. ഇനി എന്ത് ചെയ്താൽ മതി 1/u du by dx ആണിത്. du by dx യുവിനെ അങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യാം.
ഇന്നെല്ലാം വീശുന്നത് കുറേ കിട്ടിയാ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി 9ാമത്തെ ചെയ്തേ. അല്ല മറ്റേ ബി ഈ കണ്ടുപിടിച്ചില്ല നമ്മൾ ആദ്യം. യു ആണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അമ്മയുടെ ഇപ്പം. ആദ്യം ഈ നിങ്ങൾ ചെയ്തോ ഈ? അല്ല ആക്ച്വലി കട്ട് ചെയ്യണ്ട, അത് ഇൻഡു ചെയ്തിട്ട് ഇട്ടാൽ മതി, അതാണ് ഫൈനൽ ആൻസർ.
പുറത്തോട്ട് എടുത്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് മറ്റൊരു കൂടെ ആഡ് ചെയ്യും. അല്ല അല്ല ഇത് ആക്ച്വലി എക്സ് പ്ലസ് 1 മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ ആണ്. ഞാൻ അടുത്തത് എങ്ങനെ x plus 1 by h അല്ല x plus 1 by x square ഞാൻ അല്ല അങ്ങനെ രണ്ട് ടേം ആയിട്ടല്ല എടുത്തോ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ആൻസർ മറ്റേത് അടുത്ത രണ്ടും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ. 9 ചെയ്തു. 9 ചെയ്താ 8 ആണ് ചെയ്തത്. 9 ആണ് ചെയ്യാത്തത്. അല്ല 9 ചെയ്തു. അല്ല ഈ ക്വസ്റ്റ്യൻ അല്ല അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? 9. എന്റെ നോട്ട് എന്റെ അതിലെ നോട്ടിലേക്ക് അതെനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതങ്ങനെ കറക്റ്റ് നീ 5.5 എടുത്ത് 5.5 എന്നെ അയച്ചു കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡിഫറൻസിയേഷൻ തന്നെ പാടില്ലല്ലോ. ഡിഫറൻസിയേഷൻ മാത്രമേ സിംപ്ലിഫൈ ചെയ്യണം. സെക്സ് പറഞ്ഞിരിക്കാം. ആദ്യം എന്തായിരിക്കും? u is equal to x raised to sin x. Log u is equal to sin x log x. Sin x log x. First function is second function. Something for the next thing. എന്താ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ sin x y x log x cos x. ഏതിന്റെ ഫസ്റ്റ് എന്താണ്? എന്നാ ഇത് du by dx കണ്ടുപിടിച്ചാൽ x raised to sin x bracket of sin x by x plus cos x log x. ഞാൻ ലോഗ് ആ ഇത് നമുക്ക് ഇത് തന്നെയാണ് ഇപ്പോൾ 1 by u
ബൈ ഡി എക്സ് പിന്നെ ഡി യു ബൈ ഡി എക്സ് കേട്ടോ. യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. അടുത്ത കണ്ടുപിടിച്ചോ കേട്ടോ. നിങ്ങളെ പറഞ്ഞ ഡി ബൈ ഡി എക്സ് 19 ആ ഇതല്ലേ ഇതിന് വേറെന്തല്ലോ അപ്പം ഞാൻ യൂല് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ അടുത്തത് എനിക്കത് കോർട്ടെക്സ് sin x into minus sin x. Cortex into cos x minus sin x into log x into sin x. Log x sin x. ശരി കിട്ടിയാ? ശരി ഇത് പറഞ്ഞേ. Minus sin x, log sin x. ഇത് b is equal to sin x raised to cos x. Log b cos x log of sin x. Then the first function into derivative second is sin x into sin x derivative cos x. അല്ലേ? അടുത്തെന്താ മൈനസ് മൈനസ് എന്താടാ? എടാ അതിരണ്ട് മൈനസ് സെക്കൻഡ് log x into അടുത്ത ദിവസം പ്ലസ് അല്ലേ ഇവിടെ? അല്ല മൈനസ് സൈൻ ആ sin x ന് മനസ്സിലായി. ഇനി നമുക്ക് കോസും സൈനും കൂടെ നമുക്ക് എന്താക്കാം? കോർട്ടെക്സ് ആക്കാം. അപ്പം കോർട്ടെക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് ലോഗ് സൈൻ എക്സ് സൈൻ എക്സ്. ഇനി നേരെ ആ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/b dv by dx dv by dx is equal to b into ഇതാണ് കേട്ടോ. അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലല്ലോ അതെ. ആ അതെ കണ്ടിട്ട് നേരത്തെ കറണ്ടുണ്ടായില്ലേ? അല്ല മൊബൈലിൽ എനിക്ക് കറണ്ട് ഇങ്ങനെ കിട്ടിയിട്ടില്ലത്. വൈഫൈ ഉണ്ടാവില്ല കിട്ടിയാടാ? ഇതല്ലേടാ? പക്ഷെ അതിന് ചെയ്യുമ്പോൾ എക്സ് എക്സിന് ഒരു ലക്ഷം പ്രോഡക്റ്റ് ആ അവിടെ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പവർ. അവിടെ കറണ്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. equal to x
ചെയ്ത് തുടങ്ങിയായിരുന്നു. ഏത് ചെയ്യണ്ട? പത്താമത്തെ ഏതാ? എക്സ് ചെയ്തില്ലേടാ? എക്സ് ഇല്ല. ഇവിടെ യു ഇസ് ഈക്വൽ ടു ഇതില് ആദ്യനോട് അവിടെ രണ്ട് പടങ്ങൾ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 11th പ്രോബ്ലത്തിലല്ലേ ഞാൻ പറഞ്ഞത്. എക്സ് കോസ് എക്സിന്റെ അവിടെ അപ്ലൈ ചെയ്യണം. അത് ഇതിൽ റേസ് ടു എക്സ് കോസ് എക്സ്. പിന്നെ കോസ് എക്സ് ലോഗ് എക്സ് 3 ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ എക്സ് കോസ് എക്സിന്റെ ആദ്യം ചെയ്യാം. ലോഗ് എക്സിനെ പുറത്തെടുക്കുക. എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ആദ്യത്തെ ആൻസർ പിന്നെ ലോഗ് എക്സ് കൂടി അത് 2 ഫംഗ്ഷൻ ആക്കാം. തിരിച്ചാണെങ്കിൽ ചെയ്യാം. കോസ് എക്സ് ലോഗ് എക്സ് എടുത്തിട്ട് ലാസ്റ്റ് എക്സിന്റെ എടുക്കാം. ഡെറിവേറ്റീവ് കാണാം. ടൈമർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. പെട്ടെന്ന് ഓഫ് ആയിക്കോ. കിട്ടിയാ? ക്ലാസ്സിൽ എല്ലാ പ്രോബ്ലം ചെയ്യിച്ചായിരുന്നോ? X raised to y plus y raised to x minus 1. അത് ഈക്വൽ പറഞ്ഞു. കിട്ടിയാ? കിട്ടിയ മൈനസ് കിട്ടിയ. ക്വസ്റ്റ്യൻ എന്താണ്? ചെയ്തപ്പോൾ എന്താ ഫൈനൽ ആൻസർ? ഫൈനൽ ആൻസർ ചെയ്തിട്ടില്ല ഞാൻ. du/dx ചെയ്താൽ
ടീച്ചർ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എഴുതും. മൂന്ന് ഫംഗ്ഷനിലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തേർഡ് പ്ലസ് തേർഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അങ്ങനെ യു പി ഡബ്ല്യു ആ ഇക്വേഷൻ മതിയാവും. ഞാൻ വേറെ ഏതൊക്കെ രീതിയിലൊക്കെ ചെയ്തു. അതായത് ഞാനെന്താ ഒരു ഫംഗ്ഷൻ യു ചെയ്തത്? ഞാനെന്താ ചെയ്തത്? എക്സ്പോസിക്സ് ഒറ്റിട്ടാകുമ്പോഴായിട്ട് എന്നിട്ട് രണ്ടും കൂടെ യു ബൈ വി ആയിട്ടിട്ടു. എക്സ്പോസിക്സ് യുവും ലോഗിക്സ് വി ആയിട്ടിട്ടു. അത് ലാസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുക. അതിൽ നിന്നാണ് എക്സ്പോസിക്സ് എന്താണെന്ന് പറയാം. അതെന്ന് പറഞ്ഞല്ലോ യു ഇൻറ്റു കോസ് എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് ലോഗ് എക്സ് പ്ലസ് കോസ് എക്സ് അതാണ് കിട്ടിയത്. ഞാൻ വേറെ ടേം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക. ഇതെന്താണ് ഇത് ഭയങ്കര ഷോർട്ടസ്റ്റ് സ്റ്റെപ്പിലാണ് നിങ്ങളുടെ സയൻസ് സ്ക്വയർ എക്സ് വന്നാലേക്ക് സയൻസ് സ്ക്വയർ എക്സ് ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയ സയൻസ് സ്ക്വയർ എക്സ് ഇവിടെ അവിടെ 1/x വരില്ല. അപ്പൊ കട്ടായി പോവല്ലോ ഇതില്ല. അപ്പൊ രണ്ട് ഫംഗ്ഷൻ എടുത്താൽ അല്ല ഇതിനെ കൊണ്ട് ഫംഗ്ഷൻ ശരിയാണ് അങ്ങനെ ചെയ്യാം. അതായത് എക്സ് കോസ് എക്സ് ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് മറ്റേത് രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പൊ നിനക്കെന്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇതൊരു ഫംഗ്ഷൻ ഇതൊരു ഫംഗ്ഷൻ ഓർഡർ വേറെ അല്ല ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് 1/x എന്താണ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്താ മൈനസ് എക്സ്. അതായത് എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് വരും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് സൈൻ എക്സ് പ്ലസ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇത് കട്ടാക്കി കളയാം. അപ്പോൾ അതെന്താവും? കോസ് എക്സ് പ്ലസ് ലോഗ് ഇതിനകത്തോട് വളർത്തുക. അതാ ലോഗ് എക്സ് നമുക്ക് എന്താ എഴുതാം? കോസ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് ലോഗ് എക്സ് പ്ലസ് ഇതാണ് ഫൈനൽ ആൻസർ. ഇങ്ങനെ കട്ട് ചെയ്ത് പോയോണ്ടാണ് അവിടെ വന്നത്. പിന്നെ അവിടെ എക്സ് കോസ് എക്സ് വന്ന് പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്റ്റ് റൂൾ ഇതാക്കേണ്ടി വരും. അപ്പൊ ഇത് ഇവിടെ കട്ട് ചെയ്ത് പോയോണ്ട് പ്രശ്നമില്ല. രണ്ട് ഫംഗ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു എന്താണ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് തേർഡ് പ്ലസ് തേർഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇങ്ങനെയാണ് ഡബ്ല്യു അങ്ങനെ ചെറിയ അതാ. അല്ലെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ ആക്കുക, ഇതൊരു ഫംഗ്ഷൻ ആക്കുക. ഇങ്ങനെ ചെയ്യാം. ഇതെല്ലാം കൂടി ഡെറിവേറ്റീവ് എടുക്കണ്ടേ? പിയുടെ ഉണ്ട്, ഡബ്ല്യൂന്റെ ഉണ്ട്, യുവിന്റെ ഉണ്ട്.
വീട്ടിൽ പോയി നേരത്തെ അല്ല ഇനി ഒരെണ്ണം കൂടി ഇല്ലേ പ്ലസ് 1/x ലോഗ് എടുത്തിട്ട് ലോഗ് എടുക്കണം അല്ലെങ്കിൽ പോർഷനുകൾ അപ്ലൈ ചെയ്താൽ മതി ഡയറക്റ്റ് ആ പോർഷനുകൾ പോർഷനുകൾ അപ്ലൈ ചെയ്താൽ മതി ചെറുതായി പറഞ്ഞാൽ അല്ല ഞാൻ ലോഗ് എടുത്തത് log a by b log a minus times അങ്ങനെയും ചെയ്യാട്ടോ അതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ഞാൻ ലോകെടുത്ത് ചെയ്യാൻ പോലും പോസ്റ്റുകൾ കിട്ടിയിട്ട് വീട്ടിലെടുക്കണ്ടേ മാനില്ല ഇങ്ങനെ ലോഗ് ചെയ്യാട്ടോ ലോഗ് ചെയ്യാൻ പറ്റും ലോഗ് b is equal to log b is equal to log of x square plus 1 by x square minus 1 into 1 by b dv by dx is equal to log x square plus 1 minus log x square minus 1 ഇതിന്റെ റേറ്റ് എടുക്കാൻ വരും x square plus 1 ന്റെ ഡെറിവേറ്റീവ് എന്താ log x square plus 1 1 by x square plus 1 into x into minus 2x by x square minus ഇതല്ലേ കുറച്ച് അതിൽ തന്നെ അത് a square plus b minus a plus b into a minus b ഫോമിലോട്ട് ആക്കിയിട്ട് അതിലൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇതിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം മൂന്ന് വേണ്ടേ ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ ചെയ്താ ചെയ്താ എടാ കുറച്ചും കൊണ്ട് ഫൈനൽ ആൻസർ കിട്ടി എത്ര ഫൈനൽ ആൻസർ കിട്ടിയ പറഞ്ഞേ അപ്പൊ വേറെ കാര്യമുണ്ട് നമ്മളിങ്ങനെ ആക്ട് ചെയ്യാലും ഇവിടെ വരുമ്പോൾ കാൽക്കുലേഷൻ വരും കാൽക്കുലേഷൻ അല്ല അപ്പൊ ക്വസ്റ്റ്യൻ minus 4x by x square minus 1 the whole square ഇതിപ്പോ പുറത്തോട്ട് എടുക്കണ ഏതാണ് അതൊക്കെ കൺഫ്യൂഷൻ വരും നമുക്ക് ഇവിടെ മറ്റൊരു കഥ വരില്ല ഡയറക്റ്റ് ഫൈനാൻസ് ഒരു കിട്ടിയടാ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11 1
യു എടുക്കണം. 1/u/dx ആണ്. ഇത് ആ. അല്ല ഇത് ഡെറിവേറ്റീവ് എടുത്തില്ലല്ലോ, ലോഗ് മാത്രമല്ല എടുത്ത് വെച്ചേക്കുന്നത്. ഇതിപ്പോ ലോഗാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ലോഗിന്റെ പ്രോപ്പർട്ടി മാത്രം അപ്ലൈ ചെയ്തത്, ഡെറിവേറ്റീവ് എടുക്കാം. അതിലെന്താ മിസ്സേ ആൻസർ സൈലൻസ് അല്ലേ? വലിയ ആൻസർ വലിയ ആൻസർ എനിക്ക് ഇത് എന്തുകൊണ്ടാണ് x cos x the whole raised to x ബ്രാക്കറ്റിനുള്ളിൽ 1 minus x tan x plus log x cos x plus x sin x whole raised to 1 by x into 1 by x square plus cot x by x square minus log x sin x by x by cube. മിസ്സേ എന്റെ മൊത്തത്തിൽ തെറ്റാണ്ടോ? ഇത് ഇത്ര മിസ് പറഞ്ഞത് ഇത്രയൊക്കെ ഉണ്ട്. എനിക്കിട്ട് മൈനസ് ആയിരിക്കും u ഇട്ട് കൊടുത്താൽ u make ഇട്ട് കൊടുത്താൽ അല്ല യു കൂടെ ഇട്ടാൽ വലുതാവും താങ്ങത്തില്ല. u എക്സാം ഇടാണ്ടിരിക്കുന്നില്ല. അവര് പിന്നെ ബ്രാക്കറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതൊന്നും ചെയ്യാനില്ലല്ലോ. എനിക്ക് എഴുതാം. ഇന്നലെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്നലെ കിടപ്പായിരുന്നു. ഇതെന്താ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയില്ലല്ലോ. ഒരാഴ്ച 3 ദിവസം പോയില്ല. 3 ദിവസം അന്നാണ് ഈ വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കൂട്ടുകാരാണെങ്കിൽ പറഞ്ഞില്ല, അവർ പറഞ്ഞു ഞാൻ ഒരാഴ്ച വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യണം. നന്നാക്കി വ്യാഴാഴ്ച മാത്സ് സബ്മിറ്റ് ചെയ്യണ്ടായിരുന്നു. അത് ഇഷ്ടം പോലെ ഞാൻ തത്തോട്ട് എഴുതിയിരുന്നുണ്ടായിരുന്നു. ഞാനറിയില്ല ഫിസിക്സ് അന്ന് എൻ്റെ മാത്സ് ഒക്കെ എഴുതി തീർന്നു. വ്യാഴാഴ്ച വന്നിരുന്നു 4-5 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിലിരുന്നു. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന തലേന്ന് അതിനിടയ്ക്ക് അതിനിടയ്ക്ക് ഒരു മാച്ച് ഉണ്ടായിരുന്നു ഫുട്ബോൾ. അതിനും പോയി അച്ഛനൊരു വീഴുന്നു. പ്ലസ് ഒക്കെ ചെയ്യണ്ടേ? ഞാനതിന് ബാക്കിലേക്ക് പോകുന്നു. എൻ്റെ ബാഗൊക്കെ ശരിയാണ്. ഇനി വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. നോക്കട്ടെ. 1 മൈനസ് 1 എടുത്ത് ഫ്രണ്ടിൽ വെക്കാം. മൈനസ് ആദ്യം വെക്കുന്നത്. മറ്റേ ആ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വെച്ച് ആരും മൾട്ടിപ്ലൈ ചെയ്യും. അവിടെ അപ്പം നിന്റെ ചെറിയ ആൻസർ ആയില്ലേ ആ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് വലുതാവും. എന്താണ് x cos x whole raised to x? നിയമം ചെയ്താടാ. സിനിമ കഴിഞ്ഞാടാ. അങ്ങനെ ഞാൻ കേൾക്കാനുള്ള നോട്ട്സ്
പിന്നെ ഇതിലുള്ള നോട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിലൊക്കെ ഇല്ല. കിട്ടിയാ 20 വിടും ബസ്. ഇന്ന് നേരത്തെ പോണ ബസ് അത് കമ്പിക്കാറുണ്ട്. അവിടെ സീരിയസ് പഠിച്ചിട്ടില്ല കാര്യം. സ്റ്റേറ്റില് അങ്ങനെ മാത്സിന്റെ ഇത് മാത്രം പഠിച്ചിട്ട് കാര്യം. ഫിസിക്സ് കെമിസ്ട്രി അവരാണ് ഞാൻ പോയിട്ടുള്ള അവിടെ മാത്സ് 10ാം ക്ലാസ്സിൽ വേണ്ടിയിട്ടില്ല. അവരെന്ന ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എക്സാമിന് വേണ്ടി പറ്റുന്നുണ്ടോ? എക്സാമിന് മോസ്റ്റേക്ക് +1 പോയതല്ലേ. +1 എവിടെ ഓൺലൈനായിരുന്നു. പക്ഷേ ഓൺലൈൻ 90+5 ട്യൂഷൻ പോയി. അവര് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതുന്നു പറയാൻ പറ്റും. അങ്ങനത്തെ കാരണം അവര് സ്റ്റേറ്റിലെ അവരെന്നെ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യും ഓരോ ഭാഗം. എന്ത് കാര്യം ഞാൻ വരെ 8ാം ക്ലാസ്സിലേക്ക് മാറിയത്. ഞാൻ 8 ദിവസം മാറിയില്ല. അപ്പോഴാണ് കൊറോണ ഇവിടെ തന്നെ അഡ്മിഷൻ ചുമ്മാ പോയി പറഞ്ഞാൽ അത് 22 ഞാൻ മിസ് ചെയ്തില്ലേ മിസ് എന്തിനാ ഞാൻ വാദമൊന്നുമില്ല. അവന്മാരുടെ കൂടെ സംസാരിച്ചു വാദമൊക്കെ സംതിങ് ആണ്. ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ ഞാൻ ആദ്യം ബാക്കി ആദ്യം ആ കണ്ണട പ്ലസ് ഇവിടെ നോക്കിക്കേ. ഇവിടെ സാധനം മൾട്ടിപ്പിൾ നോക്കിക്കേ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2 + -2 സൈനസ്. ഇവിടെ ഇങ്ങനെ എന്താണ് കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം -2 അയാളുണ്ട്. ചെയ്താ അവന്മാരടുത്ത് പോയിട്ട് എനിക്കൊരു പറയണതൊന്നും നിങ്ങളോട് സംസാരിക്കണം. എന്റെ ബാഗ് അവിടെ വേണ്ട ഞാൻ എനിക്ക് കഴിയുന്നു.
പ്ലസ് 1/x ഇൻറ്റു സൈൻ എക്സ്. ആ 1/x പുറത്ത് തന്നെ കിടക്കട്ടെ. അപ്പോൾ cos x by sin x നമുക്ക് എന്താക്കാം? അതറിയാം. cot x by x ആണ്. മൈനസ് log x into x sin x by x square into 1 minus 1 by x square. കിട്ടിയാ? എന്താ വേണ്ടത്? അടുത്ത ക്ലാസ് ഒന്നുകൂടി നമുക്ക് എടുക്കാം. എവിടെ പോകണം? ഇത് ഇയാൾക്ക് കിട്ടിയത് സിംപ്ലിഫൈ ചെയ്യാൻ. ആര്യ കണ്ടു കൊള്ളാം മിസ്. തൊട്ടപ്പടി രണ്ട് പ്രോബ്ലം കൂടെ ഉണ്ട്. അത് രണ്ടും ഭയങ്കര അത് ഹോംവർക്ക് ആയിട്ട് ഹോംവർക്കാ. പ്രാവശ്യം ചെയ്തൊരു ഞാൻ ഈ ഒരു റെസ്റ്റ് ചെയ്തില്ലേ? ഈ രണ്ട് ഒരു വലിയ പ്രോബ്ലം കൂടെ കാണിച്ചു. ക്ലാസ് ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പാരാമെട്രിക് ഫോംസ് കിടക്കുന്നത്. അത് പെട്ടെന്ന് തീരും. സെക്കൻഡ് ഓർഡർ പെട്ടെന്ന് തീരും. അതാണ് ഞാൻ ഒരു ക്ലാസ് 5.8 ഇനിയുള്ള സിമ്പിളാ. ഞാൻ വരണ വേണ്ടെന്ന് അറിയാനല്ലേ ഇനിയാണത് അങ്ങോട്ട് സിമ്പിളാ. നിനക്ക് എക്സാം എപ്പോഴാ? 24 അടുത്ത ആഴ്ചയല്ലേ? ഈ ബുധനാഴ്ച. അപ്പൊ തിങ്കളാഴ്ച നിങ്ങൾക്ക് എപ്പോഴാണ് ക്ലാസ് ഉള്ളത്? വ്യാഴാഴ്ച. ഇനി അല്ലത് പാരാമെട്രിക് ഫോം ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം ഡെറിവേറ്റീവ് എടുത്തിട്ട് പിന്നെ അതിന്റെ ഡെറിവേറ്റീവ് ഇവരെ വേണമെങ്കിൽ ഇവിടെ ഇരുത്തി പഠിപ്പിക്കും. കേട്ടാ? സെക്കൻഡ് ഓർഡർ